ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് കുറച്ച് മെഹന്തി ഡിസൈൻസാണ് കാണിക്കുന്നത്. ആദ്യമായിട്ട് വീഡിയോസ് കാണുന്ന കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും കസിൻസിനും മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടെ ചെയ്യണേ. ഫസ്റ്റ് ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ ഏകദേശം സെൻറ്റർ ഭാഗത്തായിട്ട് വരുന്ന സ്ഥലത്ത് ഒരു കർവ് വരുന്ന ലൈനൊന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഒരു ലൈനിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലൊന്ന് ഫ്ലവേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 4 പെറ്റൽസ് വരുന്ന ഫ്ലവേഴ്സാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഫ്ലവേഴ്സ് മാറ്റം വരുത്തണമെങ്കിൽ മാറ്റിയിട്ടും വരച്ചു കൊടുക്കാം. ഇതുപോലെ 3 ഫ്ലവേഴ്സ് വരച്ചെടുത്ത ശേഷം ആ ഫ്ലവേഴ്സിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ലീവ്സ് ഒന്ന് അടുപ്പിച്ചടുപ്പിച്ചിട്ട് വരച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു കർവ് വരുന്ന ഷേപ്പിൽ നിൽക്കുന്ന രീതിയിൽ ലീവ്സ് മുകളിലും താഴെയായിട്ടൊന്ന് വരച്ചെടുക്കുക. ഇനി വരച്ചെടുത്ത ഫ്ലവേഴ്സിൻ്റെ ഒക്കെ സെൻറ്ററിലായിട്ട് ഓരോ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഓരോ പെറ്റൽസിനുള്ളിലും ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യുക. അതിനുശേഷം ഈ ഒരു ഡിസൈനിൻ്റെ മുകളിൽ നിന്ന് ഫിംഗറിലോട്ടായിട്ട് പോകുന്ന രീതിയിൽ കർവ് വരുന്ന ഒരു ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൽ സ്റ്റെമ്മും ലീവ്സൊക്കെ ഒന്ന് ഗ്യാപ്പിട്ടിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. കൂട്ടത്തിൽ ഇതുപോലെ 3 റൗണ്ട് ഷേപ്പും ഓരോ സ്റ്റെമ്മ് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഷേപ്പുകളുടെ ഔട്ട്ലൈൻ മാത്രം ഒന്ന് കട്ടിക്കൂട്ടി വരച്ചു കൊടുക്കുക. ഇങ്ങനെ ആ ഒരു ലൈനിൽ മുഴുവനായിട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ വരച്ചെടുത്ത ഡിസൈനിൻ്റെ താഴ്ഭാഗത്തും ഇതുപോലെ തന്നെ കർവ് വരുന്ന കുഞ്ഞു ലൈൻ വരച്ചെടുക്കുന്നുണ്ട്. ഇനി സെൻറ്ററിലെ ഫിംഗറിലോട്ട് കൊടുത്തതിന് പകരം മറ്റേതെങ്കിലും ഫിംഗറിൽ വരച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെയും വരച്ചെടുക്കാം. അതുപോലെ തന്നെ മുകളിൽ ഇത്രയും വലിപ്പം വേണ്ടാന്നുണ്ടെങ്കിൽ വലിപ്പം കുറച്ചിട്ടും വരച്ചെടുക്കാം. ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയ ശേഷം നേരത്തെ വരച്ചെടുത്ത ഡിസൈനിലെ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഔട്ട്ലൈൻ മാത്രം ഒന്ന് കട്ടികൂട്ടി വരച്ചെടുക്കുക. അതിനുശേഷം ഈ ഫ്ലവേഴ്സിൻ്റെ താഴോട്ട് നേരത്തെ മുകളിൽ ചെയ്ത പോലെ തന്നെ കർവ് വരുന്ന ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. താഴെ വരച്ചു കൊടുക്കുമ്പോൾ മുകളിൽ വരച്ച അത്ര തന്നെ വലുപ്പത്തിൽ വരച്ചു കൊടുക്കുന്നില്ല, ഇത്തിരി ചെറുതാക്കിയിട്ടാണ് വരച്ചെടുക്കുന്നത്. അതിനുശേഷം ആ ഒരു ലൈനിലും സ്റ്റെമ്മ് വരച്ചു കൊടുത്തിട്ട് നേരത്തെ വരച്ച പോലെ തന്നെ റൗണ്ട് ഷേപ്പും അതുപോലെ തന്നെ ലീവ്സും ഒക്കെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഈ ഒരു ഡിസൈനിൻ്റെ എൻഡിലായിട്ട് ലീവ്സിൻ്റെ എണ്ണം ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ തന്നെ വരച്ച് പഠിക്കാൻ പറ്റിയൊരു ഡിസൈനാണ്. അതുപോലെ തന്നെ ഇതൊക്കെയല്ലേ വരുന്ന സിമ്പിൾ ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ തന്നെ ഒട്ടും വരക്കാൻ അറിയാത്തവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഡിസൈനാണ്. ഇനി ഫിംഗറിലായിട്ട് ഇതുപോലെ ഒന്ന് 2 ലൈൻസ് ഗ്യാപ്പിട്ട് വരച്ചു കൊടുത്ത ശേഷം സെൻറ്ററിൽ ഒരു ലൈനൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ലൈനിൽ ഇതുപോലെ ഒന്ന് സൈഡിലോട്ട് നിൽക്കുന്ന രീതിയിൽ ലീവ്സ് ഒന്ന് വരച്ചിട്ട് മുകളിലെ ലൈനിലും താഴത്തെ ലൈനിലും ഡോട്ട്സ് ഇട്ട് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു ഫിംഗറിലും 3 ലൈൻസ് ഒന്ന് വരച്ചു കൊടുത്തിട്ട് സെൻറ്ററിലെ ലൈനൊന്ന് ബ്ലാങ്ക് ആക്കിയിട്ടിട്ട് മുകളിലും താഴെയും ഡോട്ട്സ് ഇട്ട് എടുക്കുന്നുണ്ട്. ഇനി അടുത്തൊരു ഫിംഗറിൽ 3 ലൈൻസ് വരച്ചു കൊടുത്തിട്ട് ഫസ്റ്റത്തെ ലാസ്റ്റത്തെ ലൈനിൻ്റെ കട്ടിയൊന്ന് കൂട്ടി കൊടുത്തിട്ട് സെൻറ്റർ ഭാഗത്തുനിന്ന് ഡോട്ട്സ് ഇട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്തൊരു ഫിംഗറിൽ നേരത്തെ ചെയ്ത സെയിം ഡിസൈൻ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഡിസൈനിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി അടുത്തൊരു ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ലൈനൊന്ന് 2 ഫിംഗറിലോട്ടും വരച്ചെടുക്കുന്നുണ്ട്. താഴോട്ടായിട്ട് ഇത്തിരി കൂടെ ഒന്ന് വലിപ്പം കൂട്ടി കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു 2 ലൈനിൻ്റെയും സെൻറ്ററിൽ നിന്ന് 2 സൈഡിലോട്ടായിട്ട് നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ചെരിച്ചിട്ട് വരച്ചു കൊടുക്കുക. അതിനുശേഷം മിഡിൽ ഫിംഗറിൽ നിന്ന് താഴോട്ടായിട്ട് വരുന്ന രീതിയിൽ ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ട് കൈ തുടങ്ങുന്ന ഭാഗത്ത് ഇതുപോലെ ഒന്ന് 2 ലൈൻസ് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ലൈനുകളൊക്കെ ഇത്തിരി ഒന്ന് കട്ടിക്കൂട്ടി വരച്ചെടുക്കുന്നുണ്ട്. മിഡിൽ ഫിംഗറിലോട്ട് ലൈൻ വരച്ചു കൊടുക്കുമ്പോൾ ഫിംഗറിൽ മുഴുവനായിട്ട് വരച്ചെടുക്കേണ്ട, ഒരു 3/4 ഭാഗത്തോളം വരച്ചിട്ട് ഒന്ന് നിർത്തി കൊടുക്കുക. എന്നിട്ട് സൈഡിലോട്ടായിട്ട് ഒരു ലൈൻ കൂടെ ഒന്ന് വരച്ചെടുക്കുക. അതിനുശേഷം ബാക്കി വരുന്ന ഭാഗത്തെ ലൈനുകളും ഒന്ന് കട്ടിക്കൂട്ടി വരച്ചെടുക്കുന്നുണ്ട്. ഇനി മിഡിൽ ഫിംഗറിൽ വരച്ചതിൻ്റെ അടുത്തായിട്ട് 2 ലൈൻ കൂടെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി സെൻട്രലായിട്ട് കൊടുത്ത ലൈനിൽ ഇതുപോലെ ഒന്ന് ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകളിലും താഴെയും കൊടുത്തിട്ടുള്ള ലൈന് ഒന്ന് കട്ടിക്കൂട്ടി വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടാമത്തെ ഫിംഗറിൽ ഇതുപോലെ മുകളിലോട്ടായിട്ട് നിൽക്കുന്ന രീതിയിൽ ആ ഒരു ലൈനിൽ ഗ്യാപ്പിട്ടിട്ട് 3 ലീവ്സിൻ്റെ സെറ്റ് വീതം ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ ആ ഒരു ലൈനിൽ മുഴുവനായിട്ടും ഗ്യാപ്പിട്ട് ലീവ്സ് ഒന്ന് വരച്ചെടുക്കുക. ഈ ഒരു ടൈമിൽ ലീവ്സിൻ്റെ എണ്ണം 1-2 സെറ്റ് കൂടെ കൂട്ടി കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 സെറ്റ് വീതമാണ് വരച്ചു കൊടുക്കുന്നത്. ഇനി വരച്ചു കൊടുത്തതിൻ്റെ ഒക്കെ ഗ്യാപ്പിൽ വരുന്ന സ്പേസിൽ ഇതുപോലെ ഒന്ന് ഡോട്ട്സ് ഇട്ടിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ആ ഒരു ലൈനിൽ ഫുള്ള് ലീവ്സും ഡോട്ട്സും ഒന്നിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 4ാമത്തെ ഫിംഗറിൽ വരച്ചെടുത്ത ലൈനിലും ഇതുപോലെ തന്നെ മുകളിലോട്ട് വരുന്ന രീതിയിൽ ലീവ്സ് ഒന്ന് വരച്ചു കൊടുക്കുക. ഗ്യാപ്പിലൊക്കെ ഡോട്ട്സും ഇട്ടിട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഡിസൈനിലും ആകെ 2-3 എലമെൻറ്റ് മാത്രം ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ എത്ര വരക്കാൻ അറിയാത്തവർക്കും എളുപ്പത്തിൽ തന്നെ ഒന്ന് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ ഈ ഒരു ഫിംഗർ കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തൊരു ഫിംഗറിൽ താഴോട്ടായിട്ട് ലീവ്സ് നിൽക്കുന്ന രീതിയിലാണ് വരച്ചെടുക്കുന്നത്. ഇവിടെ ലീവ്സ് വരച്ചു കൊടുക്കുമ്പോൾ ലീവ്സിൻ്റെ സെറ്റിൻ്റെ എണ്ണം ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ആ ഒരു ലൈനിൽ മുഴുവനായിട്ടും ലീവ്സ് ഒന്ന് വരച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ ഡോട്ട്സും ഇട്ടിട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തവണത്തെ പെരുന്നാളിന് ഇനി മെഹന്തി ഇടാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ആരും മാറി നിൽക്കണ്ട.
എളുപ്പത്തിൽ തന്നെ ചെയ്ത് നോക്കാൻ പറ്റിയ കുറേ ഡിസൈൻസ് ഇപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു ഡിസൈന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇത്തവണ സ്വന്തമായിട്ട് തന്നെ മെഹന്തിയൊക്കെ ഇട്ട് നോക്കാം. ഇനി താഴ്ഭാഗത്തായിട്ട് ഒരു ലൈൻ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ രണ്ട് സൈഡിലോട്ട് നിൽക്കുന്ന രീതിയിൽ ലീവ്സും ഡോട്ട്സും ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ ഇതുപോലെ ഒന്ന് ഒരു കർവ് വരുന്ന ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒരു ലൈനിൽ ഇതുപോലെ മുകളിലോട്ടായിട്ട് നിൽക്കുന്ന രീതിയിൽ ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ രണ്ട് സൈഡിലും ലീവ്സ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ കർവ് വരുന്ന ഒരു ലൈൻ കൂടെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ലൈനിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരു സ്പൈറൽ വരച്ചു കൊടുത്തിട്ട് അതിന് ചുറ്റിലും ഒന്ന് പെറ്റൽസ് വരച്ചു കൊടുത്തിട്ട് ഫ്ലവർ ആക്കി എടുക്കുന്നുണ്ട്. ഇനി ആ ഒരു ഫ്ലവറിനോട് ചേർന്നിട്ട് തന്നെ അടുത്തൊരു ഫ്ലവർ നിൽക്കുന്ന രീതിയിൽ വീണ്ടും സ്പൈറൽ വരച്ചു കൊടുത്തിട്ട് പെറ്റൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ആ ഒരു ലൈനിൽ മുഴുവനായിട്ട് ഇതുപോലൊന്ന് ഫ്ലവേഴ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു ലെയർ ഫ്ലവറിൻ്റെ മുകളിലായിട്ട് അടുത്തൊരു ലെയർ കൂടെ വരുന്ന രീതിയിൽ വീണ്ടും ഫ്ലവേഴ്സ് ഒന്ന് വരച്ചു കൊടുക്കുക. ഏകദേശം ഒരു ചന്ദ്രക്കലൻ്റെ ഷേപ്പിൽ ഇതുപോലെ വരുന്ന രീതിയിൽ അടുപ്പിച്ചടുപ്പിച്ചിട്ട് ഈ ഒരു ഫ്ലവേഴ്സ് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വരുന്ന രീതിയിൽ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇത്രയും വലുപ്പത്തിലുള്ള ഷേപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ വരക്കുന്ന ലെയറിൻ്റെ എണ്ണം ഒന്ന് കുറച്ച് കൊടുത്താൽ മതിയാവും. ഇനി ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ ഒക്കെ മുകളിൽ നിന്ന് ഫിംഗറിലോട്ട് പോകുന്ന രീതിയിൽ ലൈൻസ് ഒന്ന് വരച്ചെടുക്കണം. ആദ്യം നാലാമത്തെ ഫിംഗറിലോട്ട് ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ട് അതിൽ ഈ ഒരു ഡിസൈൻ വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ലൈനിലൊക്കെ ഡോട്ട്സ് ഇട്ടെടുക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ഫിംഗറിലോട്ടായിട്ട് ഒരു കുഞ്ഞു ലൈൻ വരച്ചു കൊടുത്തിട്ട് അതിൽ സ്റ്റാറും മൂണും ഒക്കെ വരച്ചു കൊടുത്തിട്ട് ഗ്യാപ്പ് വരുന്ന സ്പേസിലൊക്കെ ഡോട്ട്സ് ഇട്ടെടുക്കുന്നുണ്ട്. ഇനി മുകളിൽ ചെയ്ത പോലെ തന്നെ ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ താഴോട്ട് ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ട് അതുപോലെ തന്നെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗം വരക്കുമ്പോൾ ഇതിൻ്റെ ഷേപ്പൊക്കെ മാറ്റി കൊടുക്കണമെങ്കിൽ മാറ്റി കൊടുക്കാം. എന്നിട്ട് ആ ഒരു ഭാഗം ഫില്ല് ചെയ്തെടുക്കുക. ഇനി വരച്ചെടുത്ത ലൈനിൽ സെൻട്രലായിട്ട് ഒരു മൂൺ കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി വരുന്ന സ്പേസിലൊക്കെ ഡോട്ട്സ് ഇട്ടെടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും ഒരു കുഞ്ഞു ലൈൻ വരച്ചു കൊടുത്തിട്ട് അതിൽ സ്റ്റാർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഡോട്ട്സും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടാമത്തെ ഫിംഗറിലും ഇതുപോലെ മുകളിലോട്ടായിട്ട് നിൽക്കുന്ന രീതിയിൽ ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ട് അതിൽ മൂന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു ഡിസൈനിൽ ഗ്യാപ്പ് ഇട്ടിട്ട് എവിടെയൊക്കെയാണോ ഇതുപോലെയുള്ള ഷേപ്പുകളും ഡിസൈൻസൊക്കെ വേണ്ടത് അതൊക്കെ ഒന്ന് വരച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫസ്റ്റിൽ വരച്ചെടുത്ത ആ ഒരു ലീവ്സ് വരച്ചെടുത്തതിൻ്റെ ഫ്ലവേഴ്സ് വരച്ചെടുത്തതിൻ്റെ ഗ്യാപ്പിൽ വരുന്ന സ്പേസിൽ ഇതുപോലൊന്ന് ഇത്തിരി ഡോട്ട്സുകൾ നൈസാക്കിയിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 4 ഡോട്ട്സ് ഇത്തിരി കട്ടിയിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് 4 സൈഡിലോട്ടായിട്ട് വലിച്ചു കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് വരച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ ബാക്കി വരുന്ന സ്പേസിലൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ട് ഈ ഒരു ഡിസൈനും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഇനി അടുത്തൊരു ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് താഴെയായിട്ട് ഒരു സ്പൈറൽ വരച്ചു കൊടുത്തിട്ട് അതിലൊന്ന് ഹംസ് വരച്ചിട്ട് ഫ്ലവർ ആക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു ഡിസൈൻ വരച്ചെടുക്കുന്നത് ഫുൾ ഹാൻഡിലുള്ള മെഹന്തിയാണ്. ഇനി ആദ്യം വരച്ച ഫ്ലവറിൻ്റെ ഒരു സൈഡിലായിട്ട് അടുത്തൊരു സ്പൈറൽ വരച്ചു കൊടുത്തിട്ട് അതിലും ഇതുപോലൊന്ന് ഹംസ് വരച്ചിട്ട് ഫ്ലവേഴ്സ് ആക്കി എടുക്കുക. ഇനി ഫ്ലവേഴ്സിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലൊന്ന് പെറ്റൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് ഗ്യാപ്പിട്ട ശേഷം ചെരിഞ്ഞ ലൈൻസുകൾ ഇതുപോലൊന്ന് കൂട്ടിമുട്ടുന്ന രീതിയിൽ വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഉൾഭാഗത്തായിട്ട് ഒരു സ്പൈറൽ വരച്ചെടുത്തിട്ട് അതിൽ പെറ്റൽസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഗ്യാപ്പിൽ മുഴുവനായിട്ട് ഇതേ രീതിയിലുള്ള ഫ്ലവേഴ്സ് ഒന്ന് വരച്ചിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇപ്പോൾ ഈ വരച്ചെടുത്തതിൻ്റെ മുകളിലായിട്ട് ഒരു ലൈൻ കൂടെ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതേ രീതിയിൽ തന്നെ വീണ്ടും ഒരു ലൈൻ കൂടെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി ഈ രണ്ട് ലൈൻസുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഗ്യാപ്പ് ഇട്ട് മുകളിലോട്ടായിട്ട് ലൈൻസ് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഓരോ ലൈൻസിലും ഇതുപോലെ ഒന്ന് ഡോട്ട്സ് ഇട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇപ്പോൾ ഈ വരച്ചെടുത്തതിൻ്റെ മുകളിലായിട്ട് ഒരു ലൈൻ കൂടെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു കോണായി നിൽക്കുന്നതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ ആ ഒരു ഫിംഗറിൻ്റെ രണ്ട് ഗ്യാപ്പുകളിലേക്ക് വരുന്ന രീതിയിൽ രണ്ട് ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ലൈനിൽ നിന്ന് ഇതുപോലെ റാ എന്നിങ്ങനെ അടുപ്പിച്ചിട്ട് ഇത്തിരി പരത്തി വരച്ചു കൊടുക്കുന്ന പോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം സെൻട്രലായിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഓരോ ഷേപ്പുകളും ഇതുപോലെ ഒന്ന് ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ വരച്ചെടുത്തിട്ട് ഒരു ലീഫിൻ്റെ രൂപത്തിലാക്കിയിട്ട് വരച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഫിംഗറിൽ മുഴുവനായിട്ട് വരച്ചെടുക്കുക. എന്നിട്ട് ആ ഒരു രണ്ട് സൈഡിലും കട്ടി കൂട്ടി വരച്ചു കൊടുത്തിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഓരോ ലീവ്സിൻ്റെ ഉള്ളിലും ഇതുപോലൊന്ന് കുഞ്ഞു കുഞ്ഞു ലൈൻസ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കൈയിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇതുപോലൊന്ന് ലൈൻസ് രണ്ട് ഭാഗത്തും വരുന്ന രീതിയിൽ വരച്ചു കൊടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു കോളങ്ങളാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഓരോ ലൈനിലും സെൻട്രലായിട്ട് ഓരോ ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡിലോട്ടും ഒന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കോളങ്ങൾ മുഴുവനായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഫിംഗറിൻ്റെ മുകളിലായിട്ട് ഇതുപോലൊന്ന് ഫുള്ളായിട്ടും ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കൈയിൻ്റെ അടുത്ത ഭാഗത്ത് ഇതുപോലെ സ്പൈറൽ വരച്ചു കൊടുത്തിട്ട് ഹംസ് വരച്ചു കൊടുക്കുക. എന്നിട്ട് പെറ്റൽസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ആ ഒരു ഭാഗം മുഴുവനായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക.
ഇനി ഡിസൈനിൽ ആദ്യം വരച്ച ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഗ്യാപ്പിൽ 3 ലീവ്സ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈനും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.